വെൽക്കം ടു റോട്ട് ബദൽ. ഇത് നമ്മുടെ ക്രിസ്മസ് പ്രിപ്പറേഷന്റെ 4th ഡേയിലാണ്. ഇന്ന് യാക്കോബിന് ഒരു സ്പെഷ്യൽ ബ്ലെസ്സിംഗ് കൊടുക്കുന്നതാണ് നമ്മൾ ഇന്ന് ബൈബിൾ വായിക്കുന്നത്. നമ്മൾ ഇന്ന് ഫാമിലി ആയിട്ട് റിഫ്ലക്ട് ചെയ്യേണ്ട ബൈബിൾ ഭാഗം ഉൽപ്പത്തി പുസ്തകം 32-ാം അധ്യായം 22 മുതൽ 30 വരെയുള്ള വാക്യങ്ങളാണ്. നമുക്ക് റോട്ട് ബദൽഹേമിന്റെ ഫസ്റ്റ് സെഗ്മെന്റിലേക്ക് പോവാം. ദ ബൈബിൾ വേർഡ്. ദൈവവും മനുഷ്യനുമായി ഒരു മൽപ്പിടുത്തം നടന്നാൽ ആര് ജയിക്കും? ഉത്തരം വളരെ സിമ്പിൾ ആണല്ലേ, ദൈവം ജയിക്കും. ഇനി ഒരു പ്രെയർ റെസ്ലിംഗ്, പ്രാർത്ഥനാ മൽപ്പിടുത്തമാണെങ്കിലോ ദൈവം തോൽക്കും. ഉൽപ്പത്തിയുടെ പുസ്തകം 32-ാം അധ്യായം 22 മുതൽ 30 വരെയുള്ള വാക്യങ്ങളിൽ നാം വായിക്കുന്നതും ഒരു റെസ്ലിംഗിന്റെ കഥയാണ്. ദൈവവും യാക്കോബുമായി നടന്ന മൽപ്പിടുത്തം. 26-ാം തിരുവചനത്തിൽ യാക്കോബ് ദൈവത്തോട് ഇങ്ങനെ പറയുന്നതായി നമുക്ക് കാണാം: എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ അങ്ങയെ ഞാൻ വിടുകയില്ല. യാക്കോബിന്റെ വേദനയിലും നിസ്സഹായതയിലും നിന്നുയർന്ന ഈ പ്രാർത്ഥനയ്ക്ക് മുന്നിൽ തോറ്റുകൊടുക്കുകയാണ് നമ്മുടെ ദൈവം. കാരണം തുടർന്ന് 29-ാം തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നു: അവിടെ വച്ച് അവൻ യാക്കോബിനെ അനുഗ്രഹിച്ചു. യാക്കോബിനെ പോലെ നമുക്കും പ്രെയർ റെസ്ലിംഗ് നടത്തണം. എന്നെ അനുഗ്രഹിക്കാതെ ഞാൻ അങ്ങയെ വിടില്ല എന്ന് ദൈവത്തോട് പറയണം. തീർച്ചയായും നമ്മുടെ ദൈവം തോറ്റു തരുമെന്നേ. നിശ്ചയമായും നമ്മളെ അനുഗ്രഹിക്കുകയും ചെയ്യും. അപ്പോൾ വൈകണ്ട, ബൈബിൾ എടുക്കാം, വായിക്കാം. ഉൽപ്പത്തിയുടെ പുസ്തകം 32-ാം അധ്യായം 22 മുതൽ 30 വരെയുള്ള തിരുവചനങ്ങൾ. ബൈബിളിലുള്ള ഒരു ജേർണിയാണ് നമ്മുടെ ഈ പ്രോഗ്രാം. അതുമാത്രമല്ല, സ്റ്റോറി ടൈം, കാരൽ സിംഗിങ്, ഇതൊക്കെയുള്ള ഒരു ബ്ലെസ്സിംഗ് ടൈമാണിത്. നിങ്ങളുടെ കാര്യം ബൈബിൾ വായിച്ചു കഴിഞ്ഞില്ലേ? നമുക്കൊരു കഥ കേട്ടാലോ? നമ്മുടെ നെക്സ്റ്റ് സെഗ്മെന്റ് സ്റ്റോറി ടൈം. ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും സ്റ്റോറി ടൈമിലേക്ക് സ്വാഗതം. നമ്മളിന്നൊരു പുതിയ കഥ കേൾക്കാൻ പോവാണ്. ഇന്നത്തെ കഥയ്ക്കൊരു പ്രത്യേകതയുണ്ട്. ഇന്ന് ഡിസംബർ 4th ആണ്. ഡിസംബർ 4-ാം തീയതി വിശുദ്ധ ബാർബരയുടെ ഫീസ്റ്റാണ് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് നമുക്ക് വിശുദ്ധ ബാർബരയെക്കുറിച്ചൊന്ന് മനസ്സിലാക്കാം. ബാർബര ഒത്തിരി പഴയ, അതായത് 3-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്നൊരു വിശുദ്ധയാണ്. ഗ്രീക്ക് സെയിൻറ്റ് മാത്രമല്ല, രക്തസാക്ഷിണിയായിരുന്നു. ഈശോയ്ക്ക് വേണ്ടി മരണപ്പെട്ട ഒരാളാണ്. അപ്പോൾ ബാർബരയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ വലിയൊരു റിച്ച് ഫാമിലിയിൽ അപ്പൻ ഒരു പ്രഭുവായിരുന്നു. അപ്പം വലിയ കൊട്ടാരവും ഒത്തിരി സുഖസൗകര്യങ്ങളുടെ നടുവിലാണ് ജീവിച്ചിരുന്നത്. അപ്പം അപ്പന് അങ്ങനെ ഒരു ദൈവവിശ്വാസമൊന്നുമില്ല. പേഗൻ മതം അന്ന് ആ കാലത്തിൽ ആ ഒരു മതവിശ്വാസത്തിലായിരുന്നു ആളുകൾ. അപ്പോൾ ഇവർ ഓരോ ഐഡിയൽസിനെയൊക്കെയാണ് ആരാധിക്കുന്നത്. അങ്ങനെ ഒരു ദൈവം ഉണ്ടെന്നോ അങ്ങനത്തെ യാതൊരു തിരിച്ചറിവും അന്നത്തെ ആൾക്കാർക്കില്ലായിരുന്നു. ഡയസ്കോറസ് എന്നായിരുന്നു അപ്പൻ്റെ പേര്. അപ്പം ഈ ബാർബര അതീവ സുന്ദരിയായിരുന്നു കാണാനായിട്ട്. അപ്പോൾ അമ്മ ചെറുപ്പത്തിലേ മരിച്ചു. പിന്നെ ഈ അപ്പൻ ഈ മോൾക്ക് വേണ്ടിയിട്ടാണ് ജീവിച്ചത്. അപ്പോൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ, ഇവളെ ഈ ആളുകളുടെ ആരുമായിട്ടൊന്നും ഇടപഴകാൻ സമ്മതിക്കാതെ ഒരു വലിയ കൊട്ടാരത്തിൻ്റെ മുകളിലത്തെ നിലയിലാണ് ബാർബരയെ താമസിപ്പിച്ചിരുന്നത്. അവിടെ ആകപ്പാട് ബാർബരയ്ക്ക് സഹവാസം ഉണ്ടായിരുന്നത് ഈ പേഗൻ മതം പഠിപ്പിക്കാനായിട്ട്, മതവിശ്വാസം പഠിപ്പിക്കാനായിട്ട് ഒരു ടീച്ചർ ചെല്ലുമായിരുന്നു. പക്ഷേ ബാർബരയ്ക്ക് ഇതൊന്നും അങ്ങോട്ട് ഉൾക്കൊള്ളാനും അവൾക്ക് യാതൊരു താല്പര്യവും വരുന്നില്ല. പേഗൻ മതവിശ്വാസം പറയുന്ന കാര്യങ്ങൾ പഠിപ്പിക്കാൻ. ബാർബര എപ്പോഴും ഇങ്ങനെ ജനാല തുറന്ന് പുറത്തേക്ക് നോക്കുമ്പോൾ മനോഹരമായ പ്രകൃതി, ഈ പക്ഷികളും ഈ വൃക്ഷങ്ങളും ഒക്കെ കാണുമ്പം ഇത്രയും മനോഹരമായ പ്രകൃതി സൃഷ്ടിച്ചൊരു ദൈവം ഉണ്ടാവുമല്ലോ, ആ ദൈവത്തെക്കുറിച്ച് അറിയണം, അങ്ങനെ ഒരു ആഗ്രഹം. അവൾ അങ്ങനെ ഒന്ന് ദൈവത്തോട് പതിയെ സംസാരിക്കാനൊക്കെ തുടങ്ങി. അങ്ങനെ വർഷങ്ങൾ പോയി. വിവാഹപ്രായം എത്തിയപ്പോഴേക്കും അപ്പൻ കല്യാണം ആലോചിക്കാൻ തുടങ്ങി. ബാർബര സുന്ദരിയായിരുന്നു, വലിയൊരു പ്രഭു കുടുംബത്തിലെ അംഗമാണ്. ഒത്തിരി ചെറുപ്പക്കാർ അവളെ വിവാഹം കഴിക്കാൻ താല്പര്യപ്പെട്ടു വന്നു. പക്ഷേ ബാർബര വഴങ്ങിയില്ല. എനിക്ക് വിവാഹം കഴിക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അപ്പൻ ചിന്തിച്ചത് എന്താണെന്നറിയാവോ? ഇവളിങ്ങനെ ഒറ്റയ്ക്ക് അങ്ങനെ മാറി താമസിച്ചുകൊണ്ടായിരിക്കാം. അപ്പോൾ ആളുകളുമായിട്ടൊക്കെ ഒന്ന് ഇടപഴകട്ടെ എന്ന് പറഞ്ഞ് അപ്പൻ അവിടെ താമസം മാറും. ബാർബരയ്ക്ക് വേണ്ടിയിട്ട് അപ്പനൊരു പുതിയ കെട്ടിടം പണിയിപ്പിക്കും. അത് വലിയ ഇങ്ങനെ ഗോപുരം പോലത്തെ ഒരു കെട്ടിടം. അതിൻ്റെ പ്രത്യേകത, വലിയ 2 ജനാലയിലാണ് ഈ ഒരു കെട്ടിടം സ്ഥിതി ചെയ്യുന്നത്. അപ്പം ഇവളെ അതിനകത്ത് കൊണ്ടുവന്ന് താമസിപ്പിച്ചു. ബാർബര ഭയങ്കര ഹാപ്പിയായി. അപ്പം കുറേ ആളുകളെ കാണാനൊക്കെ തുടങ്ങി, ആളുകളോട്ട് സംസാരിക്കാം. പക്ഷെ ബാർബര ഏറ്റവും കൂടുതൽ സന്തോഷിച്ചത് ദൈവത്തെക്കുറിച്ച് കൂടുതൽ അറിയാൻ പറ്റും. അങ്ങനെ ഈശോയെക്കുറിച്ച് അറിയുന്നു. അവൾ തനിയെ ഒരു തീരുമാനം എടുക്കുകയാണ്: ഞാൻ ഈശോയെ എൻ്റെ സ്വന്തം, എൻ്റെ മണവാളനായിട്ട് ഞാൻ സ്വീകരിക്കുന്നു. എനിക്കിനി ഒരു വിവാഹം വേണ്ട, വേറൊരു ജീവിതം വേണ്ട. അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് ബാർബര മാറുകയാണ്.
ആ സമയത്താണ് അപ്പൻ ഒരു വലിയ യാത്രയ്ക്ക് പോവുകയാണ്. കുറേ നാൾ കഴിഞ്ഞ് അപ്പൻ തിരിച്ചു വരത്തുള്ളൂ. ഈ സമയം കൊണ്ട് ബാർബര ഒരു മാമോദീസയൊക്കെ എടുത്ത് വിശ്വാസത്തിലേക്ക് വന്നു. അപ്പൻ തിരിച്ചു വരുന്ന സമയത്ത് വേറൊരു കാര്യം നടന്നതെന്ന് വെച്ചാൽ ഈ പരിശുദ്ധ ത്രിത്വത്തോട് ഭയങ്കര ഭക്തിയായിരുന്നു. അപ്പോൾ ഈ 2 ജനാല ഉള്ള ആയിരുന്നല്ലോ ആ ബിൽഡിങ്. ബാർബര വേഗം പണിക്കാരെ വെച്ച് 3ാമതൊരു ജനാലയെ കൂടി പണിയിപ്പിച്ചു. അപ്പോൾ ആ ജനാലയെ കൂടി ഇങ്ങനെ പ്രകാശം 3 ജനാലയെ കൂടെ പ്രകാശം ഉള്ളിലേക്ക് വരും. അപ്പോൾ അതൊരു പരിശുദ്ധ ത്രിത്വത്തിൻ്റെ സിമ്പിളായിട്ടാണ് ബാർബര ഈ 3 ജനാലകളെ വിശേഷിപ്പിച്ചിരുന്നത്. അപ്പോൾ ശരിക്കും ഒരു മിറക്കിൾ പ്ലേസ്. അവിടെ ബാർബര ജീവിച്ചിരുന്ന സമയത്ത് ധാരാളം അത്ഭുതങ്ങൾ നടക്കാനൊക്കെ തുടങ്ങി. അപ്പോൾ അപ്പൻ തിരിച്ചു വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ബാർബരയുടെ ഈ ഒരു മാറ്റവും ക്രിസ്തു മതം സ്വീകരിച്ചു എന്ന് പറഞ്ഞത് അപ്പൻ ഒട്ടും ഉൾക്കൊള്ളാൻ പറ്റിയില്ല. അപ്പൻ വേഗം അവൾ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടാനും പിണങ്ങാൻ തുടങ്ങി. അത് കഴിഞ്ഞ് ദേഹോപദ്രവം ഏൽപ്പിക്കാൻ തുടങ്ങി. അതിന് തന്നെ ആളുകളെ നിർത്തി ചാട്ടവാറ് കൊണ്ട് അടിച്ചു. അങ്ങനെ അടിച്ച് ദേഹം മുഴുവൻ പൊട്ടിക്കുമ്പോഴും ബാർബര ഇല്ല, ഞാൻ ഈശോയാണ് എൻ്റെ മണവാളൻ, ഞാനിത് ഉപേക്ഷിക്കില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു പ്രാവശ്യം ബാർബരയുടെ ദേഹം മുഴുവൻ അടിച്ച് പൊട്ടിച്ച് ഇവളെ ഇങ്ങനെ വലിച്ചഴച്ച് ഈ ഒരു ഹൗസിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് ബാർബരയുടെ ഡ്രസ്സിൽ ഒരു കമ്പ് ഇങ്ങനെ ഉടക്കി കിടന്നു. ബാർബര മുറിക്കുള്ളിൽ വന്നിട്ട് ഈ കമ്പെടുത്ത്, ബാർബരയ്ക്ക് സങ്കടമില്ല, കാരണം ഈശോ എൻ്റെ കൂടെ ഉണ്ടെന്നുള്ളൊരു വലിയ പ്രത്യാശയായിരുന്നു ബാർബരയുടെ ഹൃദയം മുഴുവൻ. ബാർബര ഈ ഉണങ്ങിയ കമ്പെടുത്ത് ഒരു പോട്ടിൽ വെള്ളം എടുത്തിട്ട് കമ്പ് അതിനകത്തിട്ടിരുന്നു. എന്നിട്ട് അവളിങ്ങനെ പ്രാർത്ഥിച്ചു ഈശോയോട്. ഈ മുറിവുകളെല്ലാം അവൾ കാഴ്ചവെച്ചു. ഒരു അത്ഭുതം നടന്നത് ആ രാത്രിയിൽ ഒരു മാലാഖ വന്ന് ഇവളുടെ മുറിവുകളെല്ലാം തൊട്ട് സൗഖ്യപ്പെടുത്തി. 2ാമതൊരു അത്ഭുതം എന്താണെന്ന് വെച്ചാൽ ഈ ഉണങ്ങിയ മരക്കൊമ്പ് പതിയെ തളിർത്ത് ഇല വന്നു. അപ്പോൾ എന്താണ് ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത്? ഈശോ കൂടെ ഉണ്ടെങ്കിൽ നമുക്കെന്നും വസന്തമാണ്, അല്ലേ? വസന്തം എന്ന് പറയുമ്പോൾ എപ്പോഴും നമുക്കൊരു ഹാപ്പിനെസ് തരുന്ന ഒരു അന്തരീക്ഷമാണ്. അപ്പോൾ ബാർബരയുടെ ലൈഫ് നമുക്ക് തരുന്നതൊരു പ്രത്യാശയാണ്. തീർച്ചയായിട്ടും ക്രിസ്മസിൻ്റെ വലിയൊരു മെസ്സേജാണ് പ്രത്യാശ. പ്രത്യേകിച്ച് നമ്മൾ ഈ ഒരു കാലഘട്ടത്തിൽ ഒത്തിരി സങ്കടങ്ങളിലൂടെയും വിഷമങ്ങളിലൂടെയും പ്രിയപ്പെട്ടവരുടെ വേർപാടിൻ്റെ ദുഃഖത്തിലൂടെയൊക്കെ പോകുമ്പോൾ നമുക്ക് ഈ ക്രിസ്മസ് സീസൺ നമ്മുടെ പ്രത്യാശയുടേതാകട്ടെ. നമ്മുടെ ചുറ്റിലും എന്തൊക്കെ സംഭവിച്ചാലും എന്തെല്ലാം കഷ്ടതകളുണ്ടായാലും ഈശോയെ കൂട്ടുപിടിച്ചാൽ, ഈശോയോട് ചേർന്ന് നിന്ന് കഴിഞ്ഞാൽ ഈ ബാർബരയെ പോലെ ഈ ഒരു പ്രത്യാശയോടെ നമുക്ക് ജീവിക്കാനായിട്ട് സാധിക്കും. ബാർബരയുടെ ലൈഫ് നമ്മുടെ മുമ്പിലേക്ക് തരുന്ന ഒരു വലിയ മെസ്സേജ് അതാണ്. ബാർബരയെ അവസാനം രക്തസാക്ഷിത്വം വരിക്കുകയായിരുന്നു. ബാർബരയെ അവർ വധിക്കുകയായിരുന്നു. മരണം വരെ ഈശോയെ ഉപേക്ഷിക്കില്ല എന്ന് ഉറച്ച തീരുമാനത്തിൽ നിന്ന വിശുദ്ധയാണ്. അപ്പം നമ്മളിന്ന് എന്താണ് ബാർബരയോട് പ്രത്യേകം നമുക്ക് പ്രാർത്ഥിക്കാം. കാരണം നമുക്ക് ഒത്തിരി സങ്കടങ്ങളുണ്ട്, വിഷമങ്ങളുണ്ട്, പെട്ടെന്ന് നമ്മളങ്ങ് ഡെസ്പായി പോവും, ഇനി എന്ത് ചെയ്യണമെന്നറിയാത്ത ആങ്സൈറ്റി നമുക്കുണ്ടാവും. അപ്പം നമ്മൾ ഓർക്കുക, ഈ വിശുദ്ധരുടെ ഒക്കെ ലൈഫ് നമുക്ക് തരുന്നൊരു മെസ്സേജ് അതാണ്. ഈശോ കൂടെ ഉണ്ടെങ്കിൽ എല്ലാം നമുക്ക് സാധ്യമാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ചിന്തിക്കുന്നു പ്രത്യാശ. ഈശോ തരുന്ന ആ ഒരു ഹോപ്പ്ഫുൾ ആയിട്ട് നമുക്ക് മുമ്പോട്ട് പോകാനായിട്ട് നമുക്ക് എല്ലാവർക്കും സാധിക്കണം. നമുക്ക് അനീഷയെ കൂട്ടുപിടിക്കാം. ബാർബര ഇന്ന് ഡിസംബർ 4 ബാർബര നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കട്ടെ. സോ ബൈ. എന്തൊരു അമേസിംഗ് സ്റ്റോറി ആയിരുന്നു ഇന്നത്തെ. അതെ, ഇന്ന് സെയിം ബാർബറയുടെ ഫേസ്, സെയിം ബാർബറ എങ്ങനെ ഈശോയെ സ്നേഹിച്ചോ നമുക്ക് ഈശോയെ അങ്ങനെ സ്നേഹിക്കാം. നമുക്കിനി ക്രിസ്മസ് കാഴ്ചകൾ കാണാം. ഇന്നത്തെ ക്രിസ്മസ് കാഴ്ച ഇംഗ്ലണ്ടിൽ നിന്ന്. നമ്മുടെ സെഗ്മെന്റിലേക്ക് നമുക്ക് മൂവ് ചെയ്യാം. ക്രിസ്മസ് അറൗണ്ട് ദി വേൾഡ്. ഇംഗ്ലണ്ടിലെ ക്രിസ്മസ് ഒരുക്കങ്ങൾ ആരംഭിക്കുന്നത് നവംബർ പകുതിയോടെയാണ്. ക്രിസ്മസ് ദിനത്തിൽ കുടുംബാംഗങ്ങളെല്ലാം ഒരുമിച്ച് കൂടുകയും വിശേഷങ്ങൾ പങ്കുവയ്ക്കുകയും ഭക്ഷണം പങ്കിടുകയും ചെയ്യുന്നത് വളരെ സന്തോഷത്തിന്റെ നിമിഷങ്ങളാണ്. ഇംഗ്ലണ്ടിലെ മിക്ക വീടുകളിലും ക്രിസ്മസ് ട്രീ അലങ്കരിക്കാറുണ്ട്. വീട്ടുമുറ്റത്തെ ചെടികളിലോ മരക്കൊമ്പുകളിലോ ഒക്കെ ആയിരിക്കും അവർ അലങ്കാരങ്ങൾ തൂക്കുന്നത്. വിക്ടോറിയ രാജ്ഞിയുടെ ഭർത്താവ് ജർമ്മൻകാരനായ ആൽബർട്ട് രാജകുമാരനാണ് ക്രിസ്മസ് ട്രീയെ ഇംഗ്ലണ്ടിൽ ജനപ്രിയമാക്കിയത്. മിക്ക ഗ്രാമങ്ങളിലും പട്ടണങ്ങളിലും നഗരങ്ങളിലുമെല്ലാം ലൈറ്റുകൾ കൊണ്ട് അലങ്കരിക്കും. ലണ്ടനിലെ ഓക്സ്ഫോർഡ് സ്ട്രീറ്റിലാണ് ഇംഗ്ലണ്ടിലെ ഏറ്റവും പ്രശസ്തമായ ദീപാലങ്കാരമുള്ളത്. അതുപോലെ തന്നെ പാതിരാത്രിയിൽ പള്ളിയിലെ കുർബാനയും മറ്റ് പ്രാർത്ഥനാ ശുശ്രൂഷയുമെല്ലാം വലിയ ആഘോഷത്തിന്റെ നിമിഷങ്ങളാണ്. പ്രത്യേകമായി പള്ളികളിൽ ക്യാൻഡിൽ ലൈറ്റ് സർവീസ് എന്ന് പറയുന്ന ഒരു രീതിയുണ്ട്. അതായത് മറ്റ് ലൈറ്റുകളോ ബൾബുകളോ ഒന്നുമില്ലാതെ മെഴുകുതിരികൾ മാത്രം കത്തിച്ചു വെച്ചുള്ള പ്രാർത്ഥനാ രീതി. ആ പശ്ചാത്തലത്തിൽ അവതരിപ്പിക്കുന്ന
കരോൾ ഗാനങ്ങൾ വളരെ വർണ്ണാഭമാണ്. കുട്ടികളുടെ ഇടയിലുള്ള ഒരു കാര്യം ഇതാണ്, സാന്താക്ലോസിന് കുട്ടികൾ കത്തുകൾ എഴുതും. ഈ കത്തുകൾ ഇവർ ഏതെങ്കിലും ചിമ്മിനികളിൽ കൊണ്ടുപോയി കത്തിക്കും. കത്തിക്കുമ്പോൾ ഈ പുക ഇങ്ങനെ മുകളിലേക്ക് ഉയരുമ്പോൾ ഈ പുകയിൽ നിന്ന് ഇവരുടെ കത്തുകൾ സാന്താക്ലോസ് വായിച്ചെടുക്കുമെന്നാണ് കുട്ടികളുടെ വിശ്വാസം. അതുപോലെ തന്നെ ഇംഗ്ലണ്ടിലെ വീടുകളിൽ കുട്ടികൾ കിടക്കുന്ന കട്ടിലിന്റെ കാലിൽ സോക്സോ തലയിണ കവറോ കെട്ടിയിടും. അതിലാണ് കുട്ടികൾക്കുള്ള ക്രിസ്മസ് സമ്മാനങ്ങൾ കിട്ടുക. ക്രിസ്മസ് ദിനത്തിൽ ഒരു പ്രത്യേകമായ വിഭവമുണ്ട്. മധുരം, കേക്ക് ഇതൊക്കെ പ്രധാനപ്പെട്ടതാണ്. ഫ്രൂട്ട് കേക്ക് ക്രിസ്മസിന്റെ സ്പെഷ്യൽ വിഭവമാണ്. ക്രിസ്മസ് കേക്കിന്റെ തുടക്കം തന്നെ ഇംഗ്ലണ്ടിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ ക്രിസ്മസ് സീസണുകളിൽ പലതരം കേക്കുകൾ ഉണ്ടാക്കുക, അത് മറ്റുള്ളവർക്ക് കൊടുക്കുക എന്നതൊക്കെ ഇംഗ്ലണ്ടിലെ ആളുകൾക്ക് വളരെ സന്തോഷമുള്ള കാര്യമാണ്. ക്രിസ്മസ് സീസൺ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ആളുകൾ ഒന്നിച്ചു കൂടുന്ന നഗരങ്ങളിലും തെരുവുകളിലുമെല്ലാം കരോൾ ഗാനങ്ങൾ പാടുകയും എല്ലായിടങ്ങളിലും കരോൾ ഗീതങ്ങളാൽ മുഖരിതമാകുകയും ചെയ്യും. ഇംഗ്ലണ്ടിലെ മറ്റൊരു പ്രധാനപ്പെട്ട ദിനമാണ് ബോക്സർ ഡേ. അത് ഡിസംബർ 26-നാണ്. അന്നവിടെ അവധി ദിവസമാണ്. ബോക്സർ ഡേയിൽ പരസ്പരം മറ്റുള്ളവർക്ക് സമ്മാനങ്ങൾ കൊടുക്കുക, യജമാനന്മാർ ജോലിക്കാരെ സഹായിക്കുക, അങ്ങനെയൊക്കെയാണ് രീതികൾ. ക്രിസ്മസ് ദിനത്തിൽ പള്ളികളിലും നിരത്തുകളിലുമൊക്കെ ഒരു ക്രിസ്മസ് ബോക്സ് വയ്ക്കും. ആ ബോക്സിൽ ആളുകൾക്ക് സംഭാവനകൾ നിക്ഷേപിക്കാം. ആ സംഭാവനകളാണ് ബാക്കിയുള്ളവരെ സഹായിക്കാനായി ഉപയോഗിക്കുക. പിന്നെ ക്രിസ്മസ് ദിനങ്ങളിൽ സുഹൃത്തുക്കളും ബന്ധുക്കളുമെല്ലാം വീടുകളിൽ പോവുകയും പരസ്പരം സമ്മാനങ്ങൾ പങ്കുവയ്ക്കുകയും ഒന്നിച്ച് ഭക്ഷണം കഴിക്കുകയും എല്ലാം ചെയ്യും. അങ്ങനെ വളരെ സന്തോഷകരമായിട്ടാണ് അവർ ക്രിസ്മസ് ആഘോഷിക്കുക. നമ്മൾ ഇംഗ്ലണ്ടിലെ ക്രിസ്മസ് കാഴ്ചകൾ കണ്ടു. ഇനി നമുക്കൊരു പാട്ട് കേട്ടാലോ? നമ്മുടെ അടുത്ത സെഗ്മെന്റ് കാരൽ സിംഗിങ്. My mom and dad always ask me to pray to Mother Mary. Yes, Jesus' mother is our mother too. Come, join with my loving brothers and sisters to sing this special song dedicated to our mother. Mary, did you know that your baby boy would one day walk on water? Mary, did you know that your baby boy would save our sons and daughters? Did you know that your baby boy has come to make you new? This child that you delivered will soon deliver you. Mary, did you know that your baby boy will give sight to a blind man? Mary, did you know that your baby boy will calm the storm with his hands? Did you know that your baby boy has walked where angels ride? When you kiss your little baby, you kiss the face of God. Oh, Mary, did you know? Mary, did you know
Mary, did you know? ഇനി നമ്മുടെ അമേസിംഗ് മൂവ്മെന്റിലേക്ക് നമുക്ക് പോവാം. ആക്ടിവിറ്റി. എല്ലാവരുടെയും ചാർട്ട് പേപ്പർ റെഡി അല്ലേ? എന്നാ മാർക്ക് ചെയ്തോ. യാ ബോക്ക്. ഞങ്ങൾ മാർക്ക് ചെയ്യാൻ പോവാ. വാ. അപ്പൊ നമ്മുടെ ആക്ടിവിറ്റി കഴിഞ്ഞു. ഞങ്ങൾ യാബോക്ക് മാർക്ക് ചെയ്തു. ഇന്നത്തെ ആക്ഷൻ ഇതാണ്. നമുക്കെല്ലാവർക്കും സ്വീറ്റ്സ് ഇഷ്ടം അല്ലേ? പക്ഷെ ഇന്ന് നോ സ്വീറ്റ്സ്. നോ സ്വീറ്റ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് ഐസ്ക്രീമും ചോക്ലേറ്റ് മാത്രമല്ല. നമ്മൾ കുടിക്കുന്ന ചായയിലും കോഫിയിലും നിന്ന് പഞ്ചസാര ഇടാൻ പാടില്ല. അത് ഈശോയെ പ്രതിയുള്ള ഒരു ചെറിയ ത്യാഗം. ഇന്നലെ നൽകിയ ചോദ്യത്തിന്റെ ഉത്തരം: കർത്താവ് പറഞ്ഞു, വസന്തത്തിൽ ഞാൻ തീർച്ചയായും തിരികെ വരും, അപ്പോൾ നിന്റെ ഭാര്യ സാറയ്ക്കൊരു മകനുണ്ടായിരിക്കും. ഉത്തരങ്ങൾ അയച്ചവരിൽ നിന്ന് തിരഞ്ഞെടുത്ത വിജയി ജൂഡ് ഗ്ലിൻസൺ ജോർജ്, പുളിക്കപ്പറമ്പിൽ ഹൗസ്, GR കോട്ടേജ്, ചങ്ങമ്പുഴ നഗർ PO, ഉണ്ണിച്ചിറ, കൊച്ചി. ടുഡേ നോ സ്വീറ്റ്. ഇത് നമ്മുടെ ചോദ്യത്തിന്റെ സമയമാണ്. ഡിസംബർ 1 തൊട്ട് ഞങ്ങൾ എല്ലാ ദിവസവും ചോദ്യം ചോദിക്കുന്നുണ്ട്. അതിന് ഉത്തരം അയക്കുന്നവർക്ക് സമ്മാനം കൊടുക്കുന്നുണ്ട്. നിങ്ങളും വേഗം ഉത്തരം അയക്കും, നിങ്ങൾക്ക് സമ്മാനം കിട്ടും. ഇന്നത്തെ ചോദ്യം ഇതാണ്: മൽപിടുത്തത്തിനൊടുവിൽ യാക്കോബിന് ദൈവം നൽകിയ പേരെന്ത്? ഞാൻ ഒന്നുകൂടി പറയാം. മൽപിടുത്തത്തിനൊടുവിൽ യാക്കോബിന് ദൈവം നൽകിയ പേരെന്ത്? നിങ്ങൾ വേഗം ഉത്തരം അയക്കുക. ഉത്തരം അയക്കേണ്ട നമ്പർ 9605818881. ഞാൻ ഒന്നും കൂടെ പറയാം, 9605818881. ഇന്നത്തെ എപ്പിസോഡ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ലേ? ഇന്ന് വൈൻഡ് അപ്പ് ചെയ്യാൻ സമയമായി. ഇനി നമുക്ക് നാളെ കാണാം. ബൈ.